ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഹെൽത്തി ആയിട്ടും അതുപോലെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, സ്നാക്കായിട്ടോ ഡിന്നറായിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കറക്കിയെടുത്താൽ മതി. ഇനി പൊടിച്ച ഓട്സ് ഒരു ബൗളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഉള്ളിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അതുപോലെ ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഒരു ചെറിയ കഷ്ണം തക്കാളി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടയിൽ 3 അളവിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു 3 മുട്ടയിലും ഇതുപോലെ തന്നെ ഈ ഒരു അളവ് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഓംലെറ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഓട്സ് ആയത് കാരണം തന്നെ നമ്മൾ കലക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് കുറുകിയിട്ടാവും വരിക. അപ്പോൾ ആ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. മുട്ട ആയത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കരിയും. അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഇനി ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഭാഗം ഒന്ന് റെഡി ആവുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, തീ കൂട്ടി വെക്കരുത് കേട്ടോ, എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെറിയ തീയിലിട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി മറ്റേ ഭാഗം കൂടെ റെഡി ആവോളം നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് തുറന്നതിന് ശേഷം നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇതിലേക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ സോസൊക്കെ കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. അല്ലാത്തവർക്ക് തൈര് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഉപ്പിട്ടിട്ട് തൈരിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെജിറ്റബിൾസൊക്കെ ഇതിലുണ്ടല്ലോ. അപ്പോൾ തൈര് കൂട്ടി കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കുക. അപ്പോൾ കറികളൊന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. തടി കുറക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.